നമസ്കാരം. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ലോകത്തിനു മുമ്പിൽ പലവിധ ചർച്ചകളാണുള്ളത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ അടക്കം ട്രംപിന്റെ വരവ് എങ്ങനെ ബാധിക്കുമെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. ഇറാനെതിരായ അമേരിക്കൻ നിലപാടും അതിശക്തമാകും. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടൺ DC-യിൽ ക്യാപിറ്റൽ മന്ദിരത്തിലെ റോട്ടൻ ഹാളിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാൻ ഭരണാധിപന്മാരടക്കം ക്ഷണിക്കപ്പെട്ട അതിഥികൾ വാഷിംഗ്ടണിലെത്തും. അതീവ സുരക്ഷയിലാണ് എല്ലാം നടക്കുന്നത്. 2020-ൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തു നിന്നും രാഷ്ട്രീയത്തിലെത്തിയ ശതകോടീശ്വരൻ ട്രംപ് ഒന്നാം ഭരണകാലത്തെന്ന പോലെ ഇത്തവണയും പ്രവചനാതീത നീക്കങ്ങളുമായി അമേരിക്കയെയും ലോകത്തെയും ഞെട്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഭരണമാറ്റം ലോകക്രമത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. റഷ്യയോടുള്ള അമേരിക്കയുടെ പുതിയ നിലപാട് നിർണായകമാകും. അമേരിക്കയുടെ പൗരാവകാശ സംരക്ഷണത്തിന്റെ നേതാവ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനോടുള്ള ആദരം നിറയുന്ന ദിനത്തിലാണ് 78-കാരൻ ട്രംപ് രണ്ടാം വട്ടവും പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപ് തോൽവി സമ്മതിക്കാതെ മടങ്ങിപ്പോയ ക്യാപിറ്റലിന്റെ പടികൾ വീണ്ടും ട്രംപ് കയറുകയാണ്. പ്രാദേശിക സമയം രാവിലെ 7-ന് സെന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ ദേവാലയത്തിലെ പ്രാർത്ഥനാ ചടങ്ങുകളുടെയാണ് സത്യപ്രതിജ്ഞാ ദിവസത്തിന്റെ തുടക്കം. ട്രംപും കുടുംബാംഗങ്ങളുമെല്ലാം അടക്കമുള്ളവർ പ്രാർത്ഥനാ ചടങ്ങിന്റെ ഭാഗമാകും. തുടർന്ന് പ്രസിഡന്റ് ബൈഡൻ ഒരുക്കുന്ന ചായ സൽക്കാരം പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഗായക സംഘത്തിന്റെ സംഗീത മുഖവുരയോടെയാണ് രാത്രി 10 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുക. യുഎസിലെ 47ാം പ്രസിഡന്റായി അടുത്ത 4 വർഷം ഭരിക്കാൻ പോകുന്ന ട്രംപും അദ്ദേഹത്തിനൊപ്പം വൈസ് പ്രസിഡന്റാകുന്ന JD വാൻസുമാണ് അധികാരമേൽക്കുന്നത്. ശൈത്യക്കാറ്റ് മൂലം അപകടകരമായി തീർന്ന കാലാവസ്ഥ പരിഗണിച്ച് തുറന്ന വേദി ഒഴിവാക്കി ക്യാപിറ്റൽ മന്ദിരത്തിനുള്ളിലെ പ്രശസ്തമായ താഴികക്കുടത്തിന് താഴെ ഒരുക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞ. സ്ഥലപരിമിതി മൂലം അകത്തെ വേദിയിൽ ഇടം കിട്ടാതെ പോകുന്ന അതിഥികൾക്കെല്ലാം ചടങ്ങ് തത്സമയം കാണാനും സൗകര്യമുണ്ട്. ക്രിസ്റ്റഫർ മാക്കിയോയുടെ ഓ അമേരിക്ക എന്ന ഗാനത്തിന് പിന്നാലെ വൈസ് പ്രസിഡന്റായി JD വാൻസ് സത്യപ്രതിജ്ഞ ചെയ്യും. തുടർന്ന് 10:30 US സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സിന് മുൻപാകെ നിയുക്ത പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചൊല്ലും. 1955-ൽ അമ്മ സമ്മാനിച്ച ബൈബിളിലും 1861-ൽ എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിളിലും തൊട്ടായിരിക്കും ട്രംപിന്റെയും സത്യപ്രതിജ്ഞ. പിന്നീട് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പിന്നാലെ മതപുരോഹിതരുടെ ആശീർവാദ ചടങ്ങും ഉണ്ടാകും. ബൈഡനും കമലാ ഹാരിസും പടിയിറങ്ങിയതിനു ശേഷം പ്രസിഡന്റിന്റെ മുറിയിലെത്തുന്ന ട്രംപ് വിവിധ ഉത്തരവുകളിലടക്കം ഒപ്പുവയ്ക്കും. ഇന്ത്യൻ സമയം അർദ്ധരാത്രിയോടെ ക്യാപിറ്റൽ വൺ അറീനയിൽ പരേഡ് നടക്കും. പരേഡിന് ശേഷം വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിലെത്തുന്ന ട്രംപിനായി കലാപരിപാടികൾ അരങ്ങേറും. നാളെ വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിലെ പരമ്പരാഗത പ്രാർത്ഥനാ ചടങ്ങുകളോടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാകും. അധികാരമേറ്റ ഉടൻ ട്രംപ് 100 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ. അനധികൃത കുടിയേറ്റക്കാരുടെ നിയന്ത്രണാതീതമായ വർധനയ്ക്ക് തടയിടാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും ഉൾപ്പെടെ അടിയന്തര നടപടികളിൽ തീരുമാനമുണ്ടായേക്കും. നവംബറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഫ്ലോറിഡയിലെ വസതിയിൽ തന്നെ തങ്ങുകയായിരുന്ന ട്രംപും ഭാര്യ മെലനിയും മകൻ ബാരൻ ട്രംപും ഇന്നലെ വാഷിംഗ്ടൺ DC-യിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വാൻസും ഇന്ത്യൻ വംശജയായ ഭാര്യ ഉഷ ചിലക്കുരിയും അതിനു മുമ്പ് വാഷിംഗ്ടണിലെത്തി. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വാഷിംഗ്ടണിൽ ട്രംപ് ആതിഥേയനായി ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും ഭാര്യ റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനിയും പങ്കെടുത്തിരുന്നു. 100 പേർക്കാണ് വിരുന്നിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ നിന്നുള്ള അതിഥികൾ ഇവർ മാത്രമായിരുന്നെന്നും സൂചനയുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിലും അംബാനി ദമ്പതികൾ പങ്കെടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടക്കുന്ന വിരുന്നുകളിലൊന്നിന് സഹ ആതിഥേയൻ മെറ്റ CEO മാർക്ക് സക്കർബർഗ് ആണ്. അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ ഏജൻസികൾ. എന്തായാലും ലോകത്തിന് തലവറ മാറ്റാൻ എത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന്റെ 2ാം ഇന്നിംഗ്സിന് ഇന്ന് തുടക്കമാകും.